റോഷിപാലിലേക്ക് പോകുന്നു. റോഷിപാൽ, എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ. പ്രോസിക്യൂഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തെളിവുകളെല്ലാം കോടതിയുടെ മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ അതിൽ തെളിയിക്കപ്പെടാതെ പോയത് എന്താണ് എന്നതറിയാൻ ഈ 1500 പേജുള്ള വിധി പ്രസ്താവം കാണേണ്ടതില്ലേ? അസുജ, അങ്ങനെയാണ്. 1500 പേജുള്ള വിധി പ്രസ്താവത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ എന്നത് പരിശോധിക്കേണ്ടി വരും. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ അത് വിധി പകർപ്പ് തന്നെ പരിശോധിക്കണം. അതിനപ്പുറത്തേക്ക് കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ ഗൂഢാലോചനയുടെ സൂത്രധാരനായ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടു എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് കേരളം കാതോർത്തിരിക്കുന്നത്. അത് വിധി പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ അത് വ്യക്തത വരികയുള്ളൂ. ഏതായാലും പ്രോസിക്യൂഷൻ നേരത്തെ ശ്യാം ദേവരാജ് പറഞ്ഞതുപോലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. കാരണം ശിക്ഷ ഏറ്റവും കുറവുള്ളതാണ്. അതിജീവിതക്ക് നീതി ലഭിക്കണമെങ്കിൽ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ ഈ ശിക്ഷാവിധിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിന് സർക്കാർ അംഗീകാരം നൽകിയാൽ മാത്രം മതി. മറ്റൊന്ന്, വെറുതെ വിട്ട 4 പ്രതികളുടെ കാര്യമാണ്. ആ കാര്യത്തിലും പ്രോസിക്യൂഷൻ അത് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കും. വിധി പകർപ്പ് വന്നാൽ അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങും. ഏതായാലും ഈ ശിക്ഷ അത് ഏറ്റവും കുറവാണെന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുമുണ്ട്. പൊതുവിടങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്, ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ അർഹിക്കുന്നുണ്ട് ഈ പ്രതികൾ എന്നതാണ്. കാരണം കേരളം ഇതുവരെ കാണാത്ത, രാജ്യം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ക്രൂരപീഡനമാണ്. ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അത് അർദ്ധരാത്രിയല്ല, ആരുമില്ലാത്ത പാതയിലൂടെയല്ല, ഏറ്റവും തിരക്കുള്ള ദേശീയപാതയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. അതും ഏതാണ്ട് 9:30 സമയം. എന്നിട്ട് 2 മണിക്കൂറിലേറെ ആ പെൺകുട്ടിയെ വാഹനത്തിൽ പീഡിപ്പിച്ച് ഒപ്പം ദൃശ്യങ്ങൾ പകർത്തി ആ സ്വകാര്യ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുന്നു. അങ്ങനെയുള്ള ഒരു ക്രൂരകൃത്യം, അതിനെ കൊട്ടേഷൻ ബലാത്സംഗം എന്നാണ് പ്രോസിക്യൂഷൻ വിശേഷിപ്പിച്ചത്. അത് കോടതി അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്ന കാര്യം അത് വിധി പകർപ്പിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ടാകും. കോടതിയുടെ നിരീക്ഷണങ്ങൾ അതിപ്രധാനമാണ്. ആ നിരീക്ഷണങ്ങൾക്കനുസരിച്ചായിരിക്കും ഇനി പ്രോസിക്യൂഷന്റെ മുന്നോട്ടേക്കുള്ള പോക്ക്. ഒരു പോരാട്ടത്തിന് പ്രോസിക്യൂഷൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അത് പ്രോസിക്യൂട്ടർ വി അജകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും നടുങ്ങിയ ആ വാർത്ത ഏതാണ്ട് 2017 ഫെബ്രുവരി 17 നടന്ന ഈ ക്രൂരകൃത്യം, ആ ക്രൂരകൃത്യത്തിന്റെ വിധി അത് സമൂഹത്തിന് മാതൃകയാകണമെന്ന ഒരു ആവശ്യം കോടതിക്കകത്ത് പ്രോസിക്യൂഷൻ ഉയർത്തി. പക്ഷേ സമൂഹത്തിന് വേണ്ടിയാണോ വിധിയെന്ന മറു ചോദ്യം അത് ജഡ്ജിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു, കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏതായാലും വിധി വന്നിരിക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഏതാണ്ട് ഉച്ച മുതൽ കോടതി പിരിഞ്ഞതിന് ശേഷം 3 മണിക്ക് വിധി ഉണ്ടാകുന്നവർ പിന്നീട് ഏറെ വൈകി വിധി പ്രസ്താവം വരുമ്പോൾ ആ പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ 20 വർഷം കഠിന തടവ് മാത്രമാണ്. ജീവപര്യന്തം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി പ്രോസിക്യൂഷന്റെ നീക്കം നിർണായകമാണ്. പ്രോസിക്യൂഷന്റെ ആവശ്യം സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമോ എന്നതും പ്രധാനമാണ്. ഏതായാലും അതിജീവിതക്ക് നീതി ലഭിച്ചില്ല എന്ന നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്തിയിരിക്കുന്നു. ഇനി അതിജീവിതക്കൊപ്പമുള്ളവർ, അതിജീവിതക്ക് പിന്തുണ നൽകിയവരുടെ പ്രതികരണം പ്രധാനമാണ്. അതിജീവിത മൗനം തുടരുകയാണ്. കാരണം 8.25 വർഷമായി അവർ അനുഭവിക്കുന്ന മാനസിക വേദന, അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ, അത് ഏറ്റവും പ്രധാനമാണ്. അവർ സ്വാഭാവികമായും അവർക്ക് അർഹിക്കുന്ന നീതി ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇനി അങ്ങോട്ട് പൊതുയിടത്തിൽ നടക്കുക. അതുകൊണ്ടാണ് ഇനി എത്രയും പെട്ടെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകണമെന്ന് രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവർ അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ ഉയർത്തുന്നത്. അതുകൊണ്ട് ഈ വിധി പകർപ്പ് വന്നാൽ തൊട്ടു പിന്നാലെ അതിൻ്റെ നടപടികളിലേക്ക് പ്രോസിക്യൂഷൻ കടക്കും. 1000 തെളിവുകൾ പൊതുവിടത്തിൽ ചർച്ചയായി. അതിൽ വലിയൊരു വിഭാഗം തെളിവ് റിപ്പോർട്ടർ തന്നെ പുറത്തെത്തിച്ചതാണ്. ആ തെളിവുകൾ എന്തുകൊണ്ട് കോടതി പ്രാപ്തമല്ല എന്ന് കൃത്യമായ നിരീക്ഷണം, കൃത്യമായ പരാമർശങ്ങൾ അത് വിധി പകർപ്പിലുണ്ടാകും. എവിടെയാണ് അത് അംഗീകരിക്കപ്പെടാത്തത്, എന്തുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ടാകാം. ഈ കുറ്റം ചെയ്തവരുടെ പ്രായം പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് പരമാവധി ശിക്ഷ കോടതി നൽകാതിരുന്നത് എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി, അവരുടെ ഭാവി ജീവിതം തകരുന്നു. ആ പെൺകുട്ടിയുടെ സിനിമ, അവരുടെ ജോലി എല്ലാം നഷ്ടമാകുന്നു ഈ ഒറ്റ ക്രൂരമായ പീഡനത്തിന്റെ പേരിൽ. ആ കാര്യം കൂടി കോടതി പരിഗണിച്ചിട്ടുണ്ടോ എന്നത് കൃത്യമായി നമുക്ക് ഈ ജീവപര്യന്തം ആർക്കുമില്ല എന്നതാണ് ഈ കോടതി വിധിയിൽ നമ്മൾ ഏറ്റവും എടുത്തു കാണുന്ന കാര്യം.